നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുന്നു. വിശേഷാല പുതുതായി ചില പേരുകൾ കാണുന്നുണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ പതിവായി സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ബന്ധപ്പാടുകളും ഉള്ള പ്രിയപ്പെട്ടവരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ ദൈവവചന പഠനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിച്ച് കേൾക്കാം. 1 Corinthians chapter 10 verses 23 to 33. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കട്ടെ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനോടല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സാധുനിമിത്തം ഞാൻ രക്ഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനകരമായ സ്വർഗീയ ആലോചനകൾ സ്വർഗത്തിലെ ദൈവം തരുവാൻ പ്രാർത്ഥനയോട് നമുക്ക് ആയിരിക്കാം. അല്പദീർഘമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഏതാണ്ട് 11 വാക്യങ്ങൾ ഉണ്ട്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ ആ ഭാഗത്ത് നിന്നുള്ള അത്യാവശ്യ വിശദീകരണം പറയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കാര്യങ്ങൾ. അതിൽ ഒന്ന്, നാം എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരണം. 2, നാം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് മറ്റുള്ളവരുടെ ഗുണത്തിനായി തീരണം. ദൈനംദിന ജീവിതത്തിൽ വിശ്വാസികൾക്ക് ഏറ്റവും പ്രയോജനമുള്ളതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ്. എന്ത് ചെയ്താലും, പറഞ്ഞാലും ചെയ്താലും അത് ഒന്ന്, ദൈവനാമ മഹത്വം ഉണ്ടാകണം. 2, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ആവശ്യമായ വിശദീകരണങ്ങളും ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. 23, 24 വാക്യങ്ങളിൽ വളരെ നല്ല ഒരു ഉപദേശം നാം ഇവിടെ കാണുകയാണ്. 23-ലും 24-ലും ഉപദേശം. 23-ൽ നമുക്ക് പലതിനും കർത്തവ്യം അഥവാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പ്രയോജനമുള്ളതും ആത്മീക വർധന വരുത്തുന്നതുമേ ചെയ്യാവൂ. അഥവാ നാം ഓർത്തതുപോലെ ദൈവനാമ മഹത്വത്തിനുള്ളത് മാത്രമേ ചെയ്യാവൂ. അതാണ് 23-ാം വാക്യം പറയുന്നത്. 24-ാം വാക്യത്തിൽ പറയുന്നത് സ്വന്തം ഗുണമുള്ള അല്ല, മറ്റുള്ളവരുടെ ഗുണം നോക്കി വേണം നാം പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്നുള്ളതാണ്. ഈ 2 മനോഹരമായ ഉപദേശം 23, 24 വാക്യങ്ങളിൽ കാണുന്നു.
തുടർന്ന് 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കുരിന്ത് വിശ്വാസികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവര് അഭിമുഖീകരിക്കുന്ന 2 വിഷയങ്ങൾ, അതിനുള്ള പരിഹാരം, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് 31, 32, 33 അത് ഉപസംഹാര പ്രബോധനമാണ്, കൺക്ലൂസീവ് എക്സോർട്ടേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതിൽ 31-ാം വാക്യത്തിൽ പറയുന്നത് എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. 32-ാം വാക്യം പറയുന്നത് ആർക്കും ഇടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞാൽ സകലർക്കും ഗുണമേ ചെയ്യാം. 33-ാം വാക്യത്തിൽ തന്റെ ടെസ്റ്റിമണിയാണ് പറയുന്നത്. പൗലോസ്, ഇത് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ തന്റെ ടെസ്റ്റിമണി, ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ജീവിക്കുന്നത് എന്ന് വളരെ വിശ്വസ്തമായി നെഞ്ചു വിരിച്ച് തൻ്റെ ഇടത്തോട് പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 23, 24 ഒരു ഉപദേശമാണ് നമുക്കുള്ള, വിശ്വാസികൾക്കുള്ള, കൊരിന്ത്യരോട് അപ്പോൾ തന്നെ എല്ലാ വിശ്വാസികളോടും നമുക്കുള്ള ഉപദേശമാണ്. 23-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്. കർത്തവ്യം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ നോക്കാമെങ്കിൽ അറിയാം, സ്വാതന്ത്ര്യം എന്ന വാക്കാണ്. സ്വാതന്ത്ര്യം, സകലത്തിനും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. ഇനിയും ആ സകലത്തിനും എന്ന് പറഞ്ഞാൽ എന്താണ്? സകലത്തിനും എന്ന് പറഞ്ഞാല് സകലത്തിനുമെന്നാണോ? ഒരാളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? ഇല്ല. അവിടെ ആ സകലത്തിനും എന്ന് പറഞ്ഞിരിക്കുന്നത് നാം പാർക്കുന്ന ദേശത്ത് നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ചെയ്യാനായിട്ട് അനുവാദമുള്ള കാര്യങ്ങൾ, അതാണ് ഈ സകലത്തിനും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം തരുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് കൂട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ വേണം. അപ്പോഴാണ് നമുക്ക് അതൊക്കെ മനസ്സിലാകുന്നത്. ഇവിടെ സകലത്തിനും എന്ന് പറഞ്ഞാൽ എന്തിനും ഉണ്ടോ? ഒരാളെ കൊല്ലാനുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നാം പാർക്കുന്ന ദേശത്ത് നമുക്ക് നിയമപരമായി അനുവദിച്ചിട്ടുള്ള ചില സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് കഴിയും. പക്ഷേ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 കാര്യം ശ്രദ്ധിക്കണം. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അത് പ്രയോജനമുള്ളതായിരിക്കണം. ആ പ്രയോജനം എന്നുള്ളത് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്നതാകണം. എനിക്ക് പ്രയോജനമുള്ളതായിരിക്കണം, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഈ ആശയമെല്ലാം അതിലുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് ഞാൻ ചെയ്യുമ്പോൾ അത് ആത്മീക വർധന വരുത്തുന്നതായിരിക്കണം. ആത്മീക വളർച്ച എന്നുള്ളതാണ്. എനിക്ക് മറ്റുള്ളവർക്ക് ഒക്കെ ആത്മീക വളർച്ചയും കൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാവൂ. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ, ഞാൻ ആ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു വിശ്വാസി ചാടിക്കേറി ഒന്നും പറയരുത്, വിവേചിക്കാതെ, ഒന്ന് ചിന്തിക്കാതെ ഒന്നും പറയരുത്. നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ ഓർത്ത ഒരു വാക്യമുണ്ടല്ലോ, 1:19 നമ്മളത് കാണുന്നത്. അവിടെ വായിക്കുന്നത്, കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ എന്നുള്ളതാണ്. പറയാൻ താമസം എന്ന് പറഞ്ഞാൽ ചാടിക്കേറി പറയരുത്, ധൃതി വെച്ച് പറയരുത്. നന്നായി ആലോചിച്ച് ദൈവത്തിന്റെ വചനാനുസരണം വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സകലത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പ്രയോജനമുള്ളത്, ആത്മീക വളർച്ച ഉണ്ടാക്കുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ്. വേറൊരു എക്സാമ്പിളോടെ ഞാൻ പറയാം എന്ന് വിചാരിക്കുക. നമ്മൾ പാർക്കുന്ന നാട് കേരളമാണല്ലോ. കേരളത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, ഇവിടെ പ്രായപൂർത്തിയായ ഒരാളിന് മദ്യം കഴിക്കാനുള്ള അനുവാദം ഇവിടെ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷനിൽ മദ്യം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ കർത്തവ്യം എന്നുള്ളത് സ്വാതന്ത്ര്യം എന്നുള്ള വാക്കാം. സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷേ നമ്മളാരും അത് കഴിക്കാറില്ല. എന്താ നമ്മൾ കഴിക്കാത്തത്? നമ്മൾ കുടിച്ചാൽ അത് ഇറങ്ങാത്തത് കൊണ്ടാണോ? അല്ല. അത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണോ? അതുമല്ല. എന്തുകൊണ്ട് നമ്മളത് കുടിക്കുന്നില്ല? അത് പ്രയോജനമായി തീരുന്നില്ല. നമുക്കോ ദൈവനാമത്തിന്റെ മഹത്വത്തിനോ അത് ഗുണകരമാകുന്നില്ല എന്ന് നമുക്കറിയാം. ആകുകയുമില്ല എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അത് നമുക്കൊരു ആത്മീക വളർച്ച ഒരിക്കലും തരുന്നില്ല. ആത്മീകമായി വളർച്ചയല്ല, തളർച്ചയെ ഉണ്ടാകൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അതിന് കർത്തവ്യമുണ്ട്, അഥവാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ദേശത്ത് അതിന് നിയമപരമായ അനുവാദമുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇത് മാത്രമല്ല, ഇതുപോലെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഓർക്കുക, അങ്ങനെ വിശദീകരിക്കുന്നുള്ളൂ. എന്തൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നാം ഓർക്കണം, അത് പ്രയോജനമുള്ളതാണോ, എനിക്ക് ആത്മീയ വളർച്ച ഉണ്ടാക്കുന്നതാണോ, ദൈവനാമ മഹത്വത്തിനായി തീരുന്നതാണോ എന്ന് ചിന്തിച്ച് വേണം ചെയ്യാൻ എന്ന് ഓർപ്പിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 24-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അല്പം കഠിനമായ ഒരു വാക്കാണ് അതല്ലേ? അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ. അല്പം കഠിനമാണ്. കാരണം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അത്രേ, ഗുണം അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് അതിന്മേൽ മാറ്റമൊന്നും വരുത്താനായിട്ട് നിവർത്തി ഇല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്. വായിക്കുന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കട്ടെ എന്നാണ്. അങ്ങനെയാണ് അവിടെ കാണുന്നത്. അത് നമുക്ക് കുറെ കൂടെ സ്വീകാര്യമായിട്ട് തോന്നും. തീർച്ചയായിട്ടും അത് നമുക്ക് കുറച്ചുകൂടെ സ്വീകാര്യമാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ ഗുണവും നോക്കാം, പക്ഷെ നമ്മുടെ ഗുണം മാത്രം പോരാ, മറ്റുള്ളവരുടെ ഗുണവും നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് കുറച്ചുകൂടെ സ്വീകാര്യം. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗുണമല്ല നോക്കേണ്ടത്, മറ്റുള്ളവന്റെ ഗുണമാണ് നോക്കേണ്ടത്. മറ്റുള്ളവരുടെ ഗുണം മാത്രം നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ വരുന്ന, മറ്റുള്ളവർക്ക് ഗുണം വരുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹം വരുന്ന കാര്യങ്ങൾ വേണം പറയുവാൻ. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എനിക്കെന്ത് ഗുണം വരുമെന്നല്ല നോക്കേണ്ടത്, മറ്റുള്ളവർക്ക് എന്ത് നന്മയും ഗുണവും വരും എന്ന് ചിന്തിച്ചു പ്രവർത്തിക്കണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ചിലരുടെ ചരിത്രമൊക്കെ നമ്മുടെ അനുഭവത്തിൽ കാണും. നമ്മുടെ ചുറ്റുപാടുമൊക്കെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കി ജീവിച്ചവരുടെ ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകാം. അവരുടെ ഒക്കെ ഒരുപക്ഷെ പിൽക്കാലം അവരെല്ലാവരുടെയും കാര്യം നോക്കി ജീവിച്ചു, ഒടുവിൽ അവരുടെ കാര്യം നോക്കാൻ ആരുമില്ല എന്ന സാഹചര്യം പലർക്കും വന്നിട്ടുണ്ട്. ദുരവസ്ഥ പലർക്കും വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നാലും ഇത് വിശ്വാസികളുള്ള ബന്ധത്തിൽ ആരും നോക്കാനില്ലെങ്കിൽ നമുക്കറിയാം സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്നാൽ മാനുഷികമായ ചില സഹായങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകേണ്ടി വരും. അതും ശരിയാണ്. എന്നാൽ നമ്മൾ അക്കരെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ സ്വന്തം ഗുണം നോക്കാതെ, ദൈവത്തിന് സ്തോത്രം, സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ നന്മയും അനുഗ്രഹവും അക്കരെ നാട്ടിൽ, സ്വർഗ നാട്ടിൽ നാം കാണും, നാം അനുഭവിക്കും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എന്റെ മനസ്സിലേക്ക് വന്ന ചിന്തകളൊക്കെ 1-2 കൂടെ ഞാൻ ഓർപ്പിക്കാമെന്ന് വിചാരിക്കാം. പലപ്പോഴും ഇത് ഇംപ്രാക്ടിക്കൽ ആണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവന്റെ ഗുണം മാത്രം നോക്കണമെന്ന നമ്മൾ നേരത്തെ ഓർത്തിട്ടുള്ളത്. ബൈബിളിലെ ചില നിർദ്ദേശങ്ങൾ ഇമ്പോസിബിളായും ഇംപ്രാക്ടിക്കലായും നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ചിലതെങ്ങനെയാണ്, ഇത് തന്നെ വാസ്തവത്തിൽ ഇതെങ്ങനെയാ, സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ ഗുണം മാത്രം നോക്കി സംസാരിക്കുക, പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ വചനം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്.
ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഓർപ്പിക്കാം. 38 വർഷം ബെഥെസ്ദ കുളക്കരയിൽ കടന്ന ഒരു മനുഷ്യനോട് പൊടുന്നനവെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആണോ? മാനുഷിക ബുദ്ധിയിൽ അത് പ്രാക്ടിക്കൽ അല്ല, അത് പോസിബിൾ അല്ല. നമുക്കറിയാം, നമ്മളൊരു രാത്രി ഒരു 6-7 മണിക്കൂർ കിടന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നടക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും സമയത്തിന് അല്പസമയം ഒന്ന് ഇരുന്ന് ഒക്കെ നമ്മൾ എഴുന്നേറ്റൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ 38 വർഷമായി കിടന്ന മനുഷ്യനോട് കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിക്കാൻ മനസ്സ് വെച്ചപ്പോൾ അത് ചെയ്യാനുള്ള സ്വർഗീയമായ കൃപയും ശക്തിയും കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ മനസ്സ് വെച്ചാൽ, അനുസരിക്കാൻ, വിധേയപ്പെടാൻ നാം മനസ്സ് വെച്ചാൽ സ്വർഗത്തിലെ ദൈവം അതിന് കൃപ തരികയും അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം എന്താണ് എന്നുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഭൂമിയിലെ ഗുണം ഞാൻ പറയുകയാണ്. ഒന്ന്, ഞാൻ എൻ്റെ ഗുണം നോക്കുന്നില്ല, മറ്റുള്ളവരുടെ ഗുണം നോക്കിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാ വിശ്വാസികളും ആയാലോ, എല്ലാവരും ആയാലോ. എൻ്റെ വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ ചർച്ചിൽ 50 പേരുമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഗുണം നോക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ ഗുണമാണ് നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ബാക്കി 5 പേരും എൻ്റെ ചർച്ചിലുള്ള 50 പേരും, ഞാൻ പരിമിതപ്പെടുത്തി പറയാം, ഈ 55 പേരും ഇങ്ങനെയാണെങ്കിൽ ഈ 55 പേരും കൂടെ എൻ്റെ കാര്യം നോക്കും. എത്ര മനോഹരമായിരിക്കും. എല്ലാ വിശ്വാസികളും ഈ നിലയിൽ സ്വന്തം കാര്യം അല്ല മറ്റുള്ളവന്റെ ഗുണം നോക്കുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരിക്കും അത്. ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാൻ. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നു, മറ്റുള്ളവരും അവരുടേതല്ല മറ്റുള്ളവരുടെ നോക്കുമ്പോൾ എനിക്ക് ഈ ചെറിയ സർക്കിളിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞാൽ 50-55 പേരുടെ പേരാണ് എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് എത്ര അനുഗ്രഹമായിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വേഗം പ്രവേശിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനൊരു മാതൃക ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കർത്താവിനെ നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹീറോ, നമ്മുടെ മാതൃക പുരുഷൻ യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പഠിച്ചതുമാണ്. ഒറ്റ ഹീറോയെ നമുക്കുള്ളൂ, ഒറ്റ മാതൃകയുള്ള ഒറ്റ നേതാവേ നമുക്കുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്താ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നത്? അവന്റെ മാതൃക പിന്തുടരുവാൻ, അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി എന്നാണല്ലോ നാം അവിടെ വായിക്കുന്നത്. ആ മാതൃകയിൽ കർത്താവ് ആരുടെ ഗുണം നോക്കിയാണ് പ്രവർത്തിച്ചത്? തൻ്റെ ഗുണം വല്ലോ നോക്കിയത്? അതോ നമ്മുടെ ഗുണം, മറ്റുള്ളവരുടെ ഗുണമാണോ നോക്കിയത്? നാം തകർന്നു പോകാതിരിപ്പാൻ, താൻ തകർക്കപ്പെടുവാൻ തന്നെ ഏൽപ്പിച്ചില്ലേ? നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം സുഖത്തോടിരിക്കുവാൻ, സമാധാനത്തോടിരിക്കുവാൻ, തൻ്റെ ഹൃദയം മെഴുകുപോൽ ഒരുക്കുവാൻ തന്നെത്താൻ സമർപ്പിച്ചില്ലേ? നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ തൻ്റെ ജീവനും തൻ്റെ ജീവരക്തവും നമുക്ക് തന്നില്ലേ? ഈ കർത്താവല്ലേ നമ്മുടെ നേതാവ്. സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ, നമ്മുടെ ഗുണം നോക്കി പ്രവർത്തിച്ച ഒരു നേതാവാണ്, ഒരു നേതൃത്വമാണ്, ഒരു മാതൃകയാണ് നമുക്കുള്ളത്. ആ കർത്താവിന്റെ വചനമാണ് നാം ഇവിടെ കാണുന്നത്. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം നോക്കണം എന്നുള്ളത്. ഇത് നമുക്ക് വേണ്ടി എഴുതിച്ച പൗലോസും അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച്, തനിക്ക് ആവശ്യത്തിന് വസ്ത്രമില്ലാതെ, ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ, ആവശ്യത്തിന് ഉറങ്ങാതെ, ദീർഘയാത്ര ചെയ്ത്, നമുക്ക് ചില കുരിന്തിലൊക്കെ ചെന്നപ്പോഴത്തെ കാര്യം നമുക്കറിയാമല്ലോ. കൂടാരപ്പണി ചെയ്ത് സ്വന്തം ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി അധ്വാനിച്ചത് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. താൻ സ്വന്തം ഗുണമല്ല നോക്കിയത്, മറ്റുള്ളവരുടെ ഗുണം. 33-ാം വാക്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ താൻ തന്നെ അത് പറയുന്നുണ്ട്. അങ്ങനെയാണ് താൻ പ്രവർത്തിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതല്പം കഠിനമായി തോന്നിയാൽ, ഇംപ്രാക്ടിക്കലായിട്ട് തോന്നിയാൽ, വിധേയപ്പെടാൻ മനസ്സ് വെച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. അത് നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്കൊരു തീരുമാനം എടുത്താലോ, ഞാൻ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ചെറിയൊരു കാര്യമല്ലത്, അത് അല്പം കഠിനമാണ്, പക്ഷേ അതത്ര അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ഓർപ്പിച്ചതുപോലെ, അപ്പോൾ 2
അതിപ്രധാന ഉപദേശങ്ങൾ 23, 24 വാക്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു. നമുക്ക് നിയമപരമായി അനുവാദമുള്ള എന്തും ചെയ്യാൻ നമ്മൾ തുനിയരുത്. പകരം നാം ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനും നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ ഗുണത്തിനും ഉപകരിക്കുന്നത് മാത്രമായിരിക്കണം എന്ന മനോഹരമായ ഉപദേശമാണ് നമ്മൾക്ക് ലഭിച്ചത്. ഇനി ഞാൻ ഓർപ്പിച്ചതുപോലെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കൊരിന്തു വിശ്വാസികൾ നേരിടുന്ന 2 പ്രശ്നങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. 25 വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു. 25. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവേൻ. ഭൂമിയും അത്രയും മതി. ബാക്കി 26 വായിക്കണം. നമുക്ക് അല്പകാര്യം ഒന്ന് ചിന്തിച്ചിട്ട് നോക്കുക. അങ്ങാടിയിൽ വിൽക്കുന്ന എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവേൻ. നമ്മൾ ഓർത്തല്ലോ, 7-ാം അധ്യായം മുതൽ ഇവരുടെ ചോദ്യങ്ങൾക്കൂടുള്ള മറുപടിയാണ്. കൊരിന്ത്യർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പൊ ഇവിടെ അവരുടെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ആ ചോദ്യം ഇവിടെ കാണുന്നില്ലെങ്കിൽ ചോദ്യമുണ്ട്, ഉത്തരമാണ് കാണുന്നത്. ചോദ്യം ഇതാണ്: ഈ അങ്ങാടിയിൽ അഥവാ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ചും മാംസം, ഇറച്ചി, മീറ്റ്, മാർക്കറ്റിൽ വരുന്നത് അധികവും വിഗ്രഹാർപ്പിതങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മൃഗബലിയൊക്കെ കഴിച്ചിട്ട്, മൃഗങ്ങളെ ബലി കഴിച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും യാഗപീഠത്തിൽ ബലിയാക്കുന്നത്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ അധികവും മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് വരികയാണ്. അങ്ങനെ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി വരുന്ന ഈ വിഗ്രഹാർപ്പിതം അതാണ് സാധാരണ കിട്ടാൻ അതേ മാർഗമുള്ളൂ. അന്നത്തെ കാലത്ത് അധികവും അങ്ങനെയുള്ള മാംസമാണ്, മീറ്റാണ് മാർക്കറ്റിൽ വരുന്നത്. ചോദ്യം ഇതായിരിക്കാം: ആ മാംസം ഞങ്ങൾ വാങ്ങിച്ച് തിന്നുന്നത് കൊണ്ട് വല്ല കുഴപ്പവുമുണ്ടോ? അതിനകത്ത് വല്ല അപകടവും ഉണ്ടോ? ഇതാണ് ചോദ്യം. അതിന്റെ മറുപടിയാണ് ഇവിടെ കാണുന്നത്. എന്താ മറുപടി? നിങ്ങള് മാർക്കറ്റിൽ ചെന്ന് അങ്ങാടി വിൽക്കുന്നത് നിങ്ങളുടെ മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ എന്ന് വെച്ചാല് അർത്ഥം, നിങ്ങള് മാർക്കറ്റിൽ പോവുക, അവിടെ മാംസം വിൽക്കുന്നുണ്ട്, ഇറച്ചി വിൽക്കുന്നുണ്ട്, നമ്മുടെ നാടൻ ഭാഷ പറയട്ടെ, ഇറച്ചി വിൽക്കുന്നുണ്ട്. നിങ്ങളൊന്നും ആ വിൽപ്പനക്കാരനോട് ചോദിക്കണ്ട. എന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കേണ്ടത്? ഇത് വിഗ്രഹാർപ്പിതമാണോ അല്ലയോ എന്നൊന്നും ചോദിക്കാൻ പോകണ്ട. നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വരിക, കുക്ക് ചെയ്യുക, നിങ്ങൾ തിന്നുക, ഒരു കുഴപ്പവും ഇല്ല. എന്തുകൊണ്ടാണ് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാം. അതിനു മുൻപ് 26 വാക്യം ഒന്ന് വായിച്ചേ, ചെറിയൊരു വാക്യം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമിയും അതിന്റെ പൂർണ്ണതയും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകലവും കർത്താവിൻ്റെയാണ്, ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഈ മാംസം, ഈ ഇറച്ചി, അത് അതിന്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ബലി അർപ്പിച്ചതായിരിക്കാം, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിരിക്കാം, അതിനുശേഷമുള്ളതാണ് വിൽക്കാൻ വന്നിരിക്കുന്നത്. എങ്കിലും ആത്യന്തികമായി അത് കർത്താവിൻ്റെയാണ്, ദൈവത്തിൻ്റെയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ്, ദൈവത്തിന്റെ ദാനങ്ങളെല്ലാം നല്ലതാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് വിഗ്രഹങ്ങൾക്ക് നിവേദിച്ചെങ്കിലും ബലി അർപ്പിച്ചെങ്കിലും അതിന്റെ യാതൊന്നും ഇതിലോട്ട് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു മാറ്റം വരികയോ, ഇത് രുചിയിൽ മാറ്റം, നിറത്തിൽ മാറ്റം, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും മാലിന്യം കയറുകയോ, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വേറെന്തെങ്കിലും നന്മ കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് നേരത്തെ ഉള്ളതുപോലെ തന്നെ അത് ഇപ്പോഴും അത് ഇറച്ചി തന്നെയാണ്, അത് മീറ്റ് തന്നെയാണ്, അതിന് ഒരു മാറ്റവുമില്ല. അത് ദൈവത്തിൻ്റെതുമാണ്, അത് നല്ലതുമാണ്. അതാണ് ഭൂമി അതിന്റെ പൂർണ്ണത. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങളത് വാങ്ങിച്ച്, സാധാരണ ഒരു ഭക്ഷണം തന്നെയാണ്, അത് എന്തൊക്കെ അതിന്റെ പിൻപിൽ നടന്നിട്ടുണ്ടോ അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അത് തിന്നുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, വാങ്ങിച്ച് തിന്നാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഓർപ്പിച്ചുള്ള ഒരു വാക്കുണ്ട്, മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസാക്ഷി നിമിത്തം, നമ്മുടെ മനസാക്ഷി അവിടെ പറയുന്നത്, ഈ വാങ്ങുന്ന ആളിന്റെ മനസാക്ഷി നിമിത്തം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ഈ കച്ചവടക്കാരനോട് വിഗ്രഹാർപ്പിതമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി സത്യസന്ധമായിരിക്കണമെന്ന് ഇല്ല. എന്ന് പറഞ്ഞാൽ
ഈ കച്ചവടക്കാര് എല്ലാവരെയും ഞാൻ അടക്കമല്ല പറയുന്നത്, കച്ചവടക്കാർ പൊതുവെ സമർത്ഥമായി കള്ളം പറയുന്നവരാണ്. കച്ചവടക്കാരെന്ന് ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. കച്ചവടക്കാർ പൊതുവെ അങ്ങനെയാണ്, കള്ളം പറയുക അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അതൊന്നുകൂടെ ഞാനത് ഓർപ്പിച്ചേക്കാം. ഇത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാന് കുറെ നാളുകൾ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതായത് 71 to 79, 71 മുതൽ 79 വരെ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ തന്നെ ചെയ്യുന്നവർക്ക്, കള്ളമല്ല, പക്ഷെ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാനൊന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഈ കോൾഗേറ്റ് പാമലിവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്കുണ്ട്. കോൾഗേറ്റ് പാമലിവ്. അപ്പൊ കോൾഗേറ്റ് പാമലിവ് വെച്ചാൽ കോൾഗേറ്റ് പേസ്റ്റ്, അതിന്റെ മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അന്ന് കോൾഗേറ്റ് പേസ്റ്റ് എല്ലാ കാലത്തും ഡിമാൻഡ് ഉള്ളതാണ്. അപ്പൊ ഞാൻ ഒരുപാട് കടകളുമായിട്ട് ബന്ധമുണ്ട്. അവിടെയൊക്കെ ഉള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചിലര് അന്നത്തെ കാലത്ത് 4% ടാക്സ് ഉണ്ട് ഇതിന്. അപ്പൊ 100 രൂപ വിലയാണ് ഒരു ഡസൺ പേസ്റ്റിനെങ്കിൽ പ്ലസ് 4% 4 രൂപയും കൂടെ ചേർത്ത് 104 രൂപ. നമ്മൾ ബില്ല് എഴുതുന്നത് അങ്ങനെയാ. 100 രൂപ വിലയും 4% ടാക്സ് 4 രൂപയും കൂടെ ഇട്ട് 104 എഴുതും. ചിലരോട് ഇതിന് 100 ടാക്സും കൂടാണെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസം. അത് വാങ്ങാൻ അവർ മടിക്കും, വേണ്ട എന്ന് പോലും പറയും. അങ്ങനെയുള്ള ചിലരുണ്ട്. ചിലർക്ക് അത് പ്രശ്നമല്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അന്നത്തെ കാലം ചെയ്തുകൊണ്ട് കാര്യം, വില എത്രയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 104 രൂപ എന്ന് പറയും. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർ വാങ്ങിക്കും. ഞാൻ 104 രൂപ എന്ന് പറയും, അവർ വാങ്ങിക്കും. 104 രൂപ വില ഇട്ട് കൊടുക്കും. പിന്നെ ഇവിടെ അക്കൗണ്ട്സിൽ ഇരിക്കുന്നവർ അത് പിന്നെ മാറ്റി 100ഉം 4ഉമായിട്ട് മാറ്റി അത് അക്കൗണ്ട്സിൽ ചേർത്തോളും. അപ്പൊ നോക്കുക, അങ്ങനെയുള്ള തന്ത്രങ്ങൾ, ടെക്നിക്കൊക്കെ ഉപയോഗിക്കും. വേറെയും ഇഷ്ടം പോലെ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നത് ശരിയല്ല. അപ്പോൾ കച്ചവടക്കാർ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഈ വാങ്ങാൻ ചെല്ലുന്ന ആള്, നമ്മൾ വാങ്ങാൻ ചെന്നു, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മുടെ മുഖഭാവം കൊണ്ടും അവർ ഒരു കാര്യം മനസ്സിലാക്കും. കാരണം അവർ നിരവധി പേരെ കാണുന്നവരാണ്. ഈ ആള് വിഗ്രഹാർപ്പിതമാണോ ആഗ്രഹിക്കുന്നത്, അല്ലയോ ആഗ്രഹിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകും. അപ്പം വിഗ്രഹാർപ്പിതം ആഗ്രഹിക്കുന്ന ഒരാളെ ചെല്ലുന്നെങ്കിൽ അവർ ചോദിക്കുക, ഇത് വിഗ്രഹാർപ്പിതമാണോ? അതെ, പിന്നെ ഇതൊക്കെ വിഗ്രഹാർപ്പിതമാണ്, അത് വളരെ അങ്ങനെ പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്നത്. അടുത്ത ആള് ചെല്ലുന്നു, അദ്ദേഹം ചോദിക്കുന്നത് വിഗ്രഹാർപ്പിതമാണെന്നും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം കൊണ്ടും അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിലെ ശബ്ദത്തിന്റെ ടോൺ കൊണ്ടും ഇദ്ദേഹം മനസ്സിലാക്കും ഇദ്ദേഹം വിഗ്രഹാർപ്പിതം അല്ലാത്തതാണ് ആഗ്രഹിക്കുന്നത്. അവരോട് പറയും ഇത് വിഗ്രഹാർപ്പിതമല്ല എന്ന്. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചാൽ, ഈ വാങ്ങിക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ചാൽ എന്ത് ഉത്തരവ് പറയുന്നത് നമുക്കറിയത്തില്ല. അവർ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആണെന്നോ അല്ലെന്നോ പറയും. രണ്ട് പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിക്ക് പ്രയാസം ഉണ്ടാകും. അയാൾ കള്ളമാണോ പറഞ്ഞത്, അയ്യോ ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞെങ്കിൽ അയ്യോ ഇത് വിഗ്രഹാർപ്പിതമാണല്ലോ, ആകെ മനസ്സിനൊരു ക്ലേശം, ഇത് കഴിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു സംഘർഷം. അല്ല, അദ്ദേഹം ഇല്ലെന്നാ പറഞ്ഞെങ്കിൽ അദ്ദേഹം നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് സാധനം ഇല്ലെന്ന് പറയാൻ സാധ്യത. അങ്ങനെ പറഞ്ഞാലും നമുക്ക് അയാൾ കള്ളമാണോ പറഞ്ഞത്, നമ്മൾ ഇതൊന്നും ചോദിക്കാൻ പോകണ്ട. കാരണം അത് ദൈവത്തിന്റെയാണ്, അതിനാൽ ഒരു മാറ്റവും വന്നിട്ടില്ല, വാങ്ങിച്ചങ്ങ് കഴിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി. അവർ നിങ്ങൾ മാർക്കറ്റിൽ പോകുക, ഒന്നും ചോദിക്കണ്ട, വാങ്ങിക്കുക, അത് സാധാരണ മാംസം തന്നെയാണ്, കുക്ക് ചെയ്യുക, കഴിച്ചു പോവുക. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് 27ാമത്തെ വാക്യത്തിൽ, 27, 28 വാക്യങ്ങൾ രണ്ടും കൂടെ ചേർത്തൊന്ന് വായിച്ചാണ്. 27, അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തം മനസാക്ഷി നിമിത്തവും തിന്നരുത്. മറ്റൊരു പ്രശ്നമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അന്നത്തെ കൊരിന്തിലുള്ളവർ അഭിമുഖീകരിക്കുന്നത് ഒരു പ്രശ്നമാണ്. എന്താന്ന് ചോദിച്ചാൽ, അയൽവക്കക്കാരൻ ഒരാൾ ഒരു വിരുന്നിന് വിളിക്കുന്നു. ഇതാണ് പ്രശ്നം. അദ്ദേഹം അവിശ്വാസിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ സംബന്ധിച്ച് അനുഗ്രഹീതമായ ആത്മീയ ജീവിതം നയിച്ചു പോകുന്ന നമ്മൾ ഒരിക്കലും അനാത്മീകമായ ഫംഗ്ഷനുകളിൽ, വിരുന്നുകൾ, ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ട് അവിടുത്തെ മേശയിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കാം. എന്നാൽ ഇത് മറ്റൊരു കേസാണ്. ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല. അയൽവക്കത്തെ ഒരു
അയൽവക്കത്ത് ഒരു വിരുന്ന് സൽക്കാരം നടക്കുക. പക്ഷെ അവർ അവിശ്വാസികളാണ്. അവർ വന്ന് വിളിച്ചാൽ അവിടെ ചിലപ്പോൾ വിളമ്പുന്നതും ചിലപ്പോൾ വിഗ്രഹാർപ്പിതമായിരിക്കും. അദ്ദേഹം അവിശ്വാസിയായതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിരിക്കും അവിടെ വിളമ്പുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അവർ വന്ന് വിളിച്ചാൽ പോകണോ പോകണ്ടായോ? ഇതാണ് പൗലോസ് അപ്പോസ്തലനുള്ള ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിശ്വാസികൾ ഒരുത്തൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. പോകണോ പോകണ്ടായോ എന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. നോക്കുക, എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് നമ്മൾ ഓർക്കണം. അത് മനസ്സിലാകുമല്ലോ. അതായത് നിങ്ങൾ തന്നെ എടുക്കുക. ഞാൻ പറയുന്നില്ല പോകണമെന്നോ പോകണ്ടെന്നോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ല. പിന്നെ ആരാ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ അയൽവക്കക്കാരൻ വന്ന് വിളിച്ചു, പോകണോ പോകണ്ടായോ? എന്താണ് അടിസ്ഥാനം തീരുമാനമെടുക്കേണ്ടത്? നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഒന്ന്, അത് ദൈവനാമ മഹത്വത്തിനായി തീരുമോ? രണ്ട്, അത് മറ്റുള്ളവർക്ക് ഗുണത്തിനായി തീരുമോ? ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് വേണം എപ്പോഴും വിശ്വാസി തീരുമാനമെടുക്കാനെന്നാണ് നമ്മൾ ഓർത്തത്. എപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു കാര്യം ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിലൊക്കെ വരാറുണ്ട്. വിശ്വാസികളായ നമ്മുടെ മുമ്പിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന ആലോചന അതാണ്. നമ്മുടെ മുൻപിൽ പല കാര്യങ്ങളിൽ ഇത് പറയണോ പറയണ്ടായോ, ഇത് ചെയ്യാമോ ചെയ്യാതെയോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ പലപ്പോഴും പല വിഷയങ്ങളുള്ള ബന്ധത്തിൽ വരുമ്പോൾ നാം ഒരു തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെയാണ്. അത് ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുമോ? ഒന്ന്. രണ്ട്, അത് മറ്റുള്ളവർക്ക് ഗുണമായി തീരുമോ? ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് തീരുമാനം എടുക്കാം. അത് കറക്റ്റ് തീരുമാനമാണ്. ഇല്ലെങ്കിൽ അത് ചെയ്യരുത്. ഈസിയാണ്. ഈസി എന്ന് അത്ര ഈസി അല്ല എങ്കിലും ഇതാണ് മെത്തേഡ്. അപ്പൊ ഇവരോട് പറയാം, നിങ്ങൾ തീരുമാനം എടുക്ക്. എങ്ങനെ തീരുമാനം എടുക്കണം? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തീരുമാനം എടുക്കാനല്ല. ഉപദേശം ആദ്യം 23, 24 വാക്യങ്ങൾ കൊടുത്തു. ദൈവനാമ മഹത്വത്തിനായി തീരും. അതെങ്ങനെ അവിശ്വാസി ഒരു വിരുന്നിന് വിളിച്ചാൽ എങ്ങനെ ദൈവനാമത്തിനെ തീർന്നു എന്ന് ചിന്തിക്കാം. ഓർക്കുക, ആ ബന്ധം അവിടെ പോകുന്നത് ഭാവിയിൽ ആ പരസ്പരമുള്ള ബന്ധം കുറെ കൂടെ സുദൃഢമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ദൈവ സ്നേഹത്തെ പറ്റി സുവിശേഷത്തെ പറ്റി പറയാനുള്ള സ്കോപ്പ്, അതിനൊരു സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തോന്നുന്നു. പ്രാർത്ഥിച്ചു നോക്കി, ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ആലോചന കഴിച്ചു. അപ്പോൾ അതിനൊക്കെ ഭാവിയിൽ അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ദൈവസ്നേഹം പറയാൻ, സുവിശേഷം പറയാൻ, ഒരു പക്ഷേ അവർ വിശ്വാസത്തിലേക്ക് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഞാൻ പോകുന്നതാണ് നല്ലത്. ഈ രണ്ട് കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിനായി തീരും എന്ന ഒരു ചിന്തയും, അതുപോലെ അവരുടെ നന്മയ്ക്ക്, ഭാവിയിൽ അവർ ദൈവത്തെ അറിയാൻ ഒരു നന്മയ്ക്ക് കാരണമായി തീരും എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ തീരുമാനമെടുക്കണം. പോകാം, കുഴപ്പമില്ല, പോകാനുള്ള തീരുമാനമെടുക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പോകാൻ പാടില്ല. നമ്മൾ 10-ാം അധ്യായം 15-ാം വാക്യം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ, വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്, അതിന് തക്കവണ്ണമുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് എന്ന വിശ്വാസം പൗലോസ് അപ്പോസ്തലനുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുക്കുന്നു. ഇനി നോക്കുക, അങ്ങനെ തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക, പോകാൻ തീരുമാനം എടുത്തു. ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ തോന്നി. അപ്പൊ ശരി, പോകാം എന്ന് വിചാരിച്ചു. എന്നാൽ അടുത്ത 28-ാം വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. നോക്കുക, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് അല്പം കൂടെ അത് വിശദീകരിച്ചെങ്കിലേ മനസ്സിലാകുള്ളൂ. അതായത് ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനല്ല, അദ്ദേഹവും വിശ്വാസിയാണ്. വിശ്വാസി അല്ലാത്ത ഒരുത്തൻ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കണം. വിശ്വാസിയായ ഒരുത്തനാണ്. പക്ഷേ ഈ വിശ്വാസി, ഈ മറ്റേയാള്, ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം വചനത്തിൽ വലിയ പരിജ്ഞാനമുള്ള ആളല്ല. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കാണ് ഇത് വിഗ്രഹാർപ്പിതം ഏതുമില്ല, അതിന് ഒരു ചേഞ്ചുമില്ല, ഒരു പ്രത്യേകതയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഒരാള്, അത് മനസ്സിലായിട്ടില്ലാത്ത ഒരാള്, ഒരാൾ വിഗ്രഹാർപ്പിതം കഴിക്കുമ്പോൾ അദ്ദേഹം വിശ്വാസിയാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായ ചിന്ത, അദ്ദേഹം വിഗ്രഹത്തെ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, മാനിക്കുന്നു, അത് മുഖാന്തരം ചില അനുഗ്രഹങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള ഒരു വിശ്വാസി, ഒരു ബലഹീന വിശ്വാസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പുതിയ വിശ്വാസി എന്ന് പറയാം, വചനപരിജ്ഞാനമില്ലാത്ത വിശ്വാസി എന്നൊക്കെ പറയാം. അങ്ങനെ ഒരാള്
ഇദ്ദേഹത്തോട് പറയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന പോലെ നമുക്ക് തോന്നും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന പോലെ തോന്നും. അങ്ങനെയല്ല എന്ന് ഓർക്കണം. ഇതൊക്കെ വിരുന്നിനൊക്കെ വിളിക്കുന്നത് നേരത്തെ വിളിക്കും. വിശ്വാസികൾ തമ്മിൽ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്, ആ ബ്രദറോടെ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ഞാൻ അവിടെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ പോവുകയും ആ ബന്ധം ഒന്ന് സുദൃഢമാക്കി സുവിശേഷമൊക്കെ പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ ബ്രദറെ അവിടെ വിളമ്പുന്നത് വിഗ്രഹാർപ്പിതമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പോകരുത് എന്നാണ്. ആ തീരുമാനം മാറ്റണം ഇദ്ദേഹത്തെ കരുതി. ഇദ്ദേഹത്തിന്റെ അതായത് തീരുമാനം മാറ്റണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നോക്കുക 28 എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. എന്നിട്ട് 29 പറയുന്നു, മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റെതല്ല മറ്റവന്റെ അത്ര എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇപ്പൊ പറഞ്ഞ മനസാക്ഷി ആരുടെ മനസാക്ഷി എന്നറിയേ? ഈ അറിയിച്ചവന്റെ, വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞവൻ നിമിത്തവും അദ്ദേഹത്തിന്റെ മനസാക്ഷി നിമിത്തവും പോകരുത്. അതിന് പോകരുത്. കാരണം അദ്ദേഹത്തിന്റെ മനസാക്ഷി വേദനിക്കാൻ ഇടയാകരുത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരിക്കുന്ന എന്താന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പൊ ഒരു സൈഡിൽ ഒരു വിരുന്ന്, അതിനകത്ത് ബിരിയാണി ആയിക്കോട്ടെ, ഒരു സൈഡിൽ ഒരു വിരുന്ന്, മറു സൈഡിൽ ഒരു ബലഹീന വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ മനസാക്ഷി വേദനിക്കുന്ന സാഹചര്യം. അപ്പോൾ ഏതിനാ തീരുമാനം എടുക്കേണ്ടത്? തീരുമാനം എടുക്കേണ്ടത് പോകണ്ട എന്നാണ്. കാരണം ഒരു കഷ്ണം ചിക്കന് വേണ്ടി, മനസ്സിലാകുന്ന ഭാഷകളൊക്കെ പറയാം, ഒരു ചിക്കൻ ലെഗിന് വേണ്ടി ഒരു കൂട്ടു സഹോദരന്റെ ഹൃദയം വേദനിക്കാൻ ഇടയാകരുത്. നോക്കുക, മറ്റുള്ളവരുടെ ഗുണം നോക്കുക എന്നതിന് എത്ര സ്പഷ്ടമായ ഒരു ആശയം കൂടെയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. ദൈവം ധാരാളമായി ഇത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരുടെ ഗുണം നോക്കണം, ആ മനസ്സ് വേദനിക്കാൻ ഇടയാവരുത് എന്നുള്ളതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഭാഗം തീരുകയും വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ അവിശ്വാസി ഒരാൾ വിളിച്ചാൽ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാൻ നമുക്ക് സ്വന്തം തീരുമാനിക്കാം. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, അപ്പോൾ പോകാൽ ഇത് നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ അല്പം കൂടെ അതിനേക്കാൾ മറ്റൊരു കാര്യം ഉണ്ടായി. ഒരു കൂട്ടുസഹോദരന്റെ ഹൃദയം മനസാക്ഷി വേദനിക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ പോകുമ്പോൾ അദ്ദേഹം കരുതുന്നത് ഞാനത് ഈ വിഗ്രഹത്തെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, ചില അനുഗ്രഹത്തിന് പോയി അദ്ദേഹം അങ്ങനെ ചെയ്തല്ലോ എന്ന മനസാക്ഷി കുത്ത്, മനസാക്ഷിക്ക് വേദന ഈ എന്നെ അറിയിച്ചവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാൻ പാടില്ല, അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പോകാതിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പോകാതിരിക്കുന്നതിന്റെ എന്തൊക്കെയാണ് കാരണങ്ങളെന്നാണ് അടുത്ത 29 വാക്യത്തിൽ വായിക്കുന്നത്. 29 വായിക്കാം. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല മറ്റവന്റെ അത്രേ. മുഴുവനായോ? എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? മതി, അത് നമുക്ക് അത്രയും വരെ അത് രണ്ടും ഒന്നിച്ചു മനസ്സിലാക്കാം. നമ്മളത് ചിന്തിച്ചല്ലോ. ഇവിടെ മനസാക്ഷി എന്ന് പറയുന്നത് ഈ വിരുന്നിന് പോകാൻ തീരുമാനിച്ച ആളിന്റെ മനസാക്ഷിയല്ല, പകരം എന്നോട് അത് വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞ ആളിന്റെ മനസാക്ഷിയാണ്. അത് ആ മനസാക്ഷിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോകരുത് എന്ന് പറഞ്ഞത്. എന്നിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് 29, 30 വാക്യങ്ങളിൽ. എന്താ നോക്കാം. എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? എന്റെ സ്വാതന്ത്ര്യം അന്യ മനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിയമപരമായ അനുവാദമുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി തിന്നുന്നത് ഒരു കുഴപ്പവുമില്ല, വിരുന്നിൽ പങ്കെടുത്ത് ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, ശരിയാണ്. പക്ഷേ അത് ഒരു കൂട്ടു സഹോദരൻ അതിനെ കുറ്റപ്പെടുത്താൻ ഇടയാകുകയാണ്. അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അത് കുറ്റപ്പെടുത്താൻ ഇടയാകുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഈ പുള്ളി എന്തിനാ കയറി ഇടപെടുന്നത്, ഈ വിശ്വാസി മറ്റൊരു വിശ്വാസി എന്തിനാ ഇടപെടുന്നത് എന്ന് ചോദിക്കാം. ആ ചോദിക്കുന്നത് സ്നേഹത്തിന്റെ വാക്കല്ല. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവന്റെ ഗുണം നോക്കുന്നില്ല എന്നാണ് അർത്ഥം. മറ്റുള്ളവന്റെ ഗുണം നോക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തിന് ഞാൻ
അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നു. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്താൻ, എന്നെ വിധിക്കാൻ, എന്നെ കുറ്റപ്പെടുത്താൻ അവസരം ഞാൻ എന്തിനു കൊടുക്കുന്നു? ഇതാണ് ചോദ്യം. ഞാൻ എന്തിന്? എനിക്ക് ശരിയാണ്, സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് തിന്നാൻ, പക്ഷേ അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരൻ എന്നെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വേണ്ട, അത് പാടില്ല. ഞാൻ മറ്റുള്ളവന്റെ ഗുണം നോക്കേണ്ടവനാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ കുറ്റപ്പെടുത്താൻ അവസരമുണ്ടാകുന്നത് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ അവർക്ക് ചിലപ്പോൾ നമ്മളെ പോലെ വചനം അറിയത്തില്ലായിരിക്കും, ആ അറിവിന്റെ കുറവായിരിക്കും, പക്ഷെ എന്നാലും അതിന് നമ്മൾ ഒരുങ്ങരുത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് പോകരുത് എന്നുള്ളത്. നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ഇവിടെ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്കതിന്റെ വാക്യമൊന്ന് നോക്കാം. 1 തീമോഥെയോസ് 4:4-5 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 തീമോഥെയോസ് ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയണമല്ലോ. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് നമ്മള് വീട്ടിൽ ഭക്ഷണം കഴിച്ചാലും കടയിൽ ഭക്ഷണം കഴിച്ചാലും അത് ഹൃദയത്തിലായാലും മതി. നമ്മളിപ്പോ ഒരു കടയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ സാഹചര്യം നമുക്ക് ശബ്ദത്തിലൊന്നും ഇതൊന്നും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് വേണ്ട, മനസ്സിൽ മതി. അപ്പം ചിലപ്പോൾ മനസ്സിലായിരിക്കണം. പക്ഷേ ദൈവത്തിന് നന്ദി പറയാതെ ഭക്ഷണം നമ്മൾ കഴിക്കരുത്. നന്ദി, സ്തോത്രം, പ്രാർത്ഥന, ഇത് 3ഉം അനിവാര്യമാണെന്ന് ഓർക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭക്ഷണം നമുക്ക് തരുന്നത് ദൈവമാണെന്ന് ഓർക്കണം. ദൈവമാണ്. നമ്മൾ ഭക്ഷണം ഇല്ലാത്തവരെയും നമ്മളൊന്നും ഇത് ഓർക്കുന്നല്ലാണ്, അതിന് സമയമില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ. ഭക്ഷണം തരുന്നത് ദൈവമാണ്. നമുക്ക് മാത്രമല്ല ദൈവം ഭക്ഷണം തരുന്നത്, നമുക്കും ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വ്യത്യസ്തമായ ഭക്ഷണം അതതിന്റെ സമയത്ത് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം. അതുപോലെ നമുക്കും തരുന്നത്. ഞാനത് ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഓർത്തു, നമ്മൾ ചിലപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എത്ര സൂക്ഷിച്ചാലും കുറച്ച് ഭക്ഷണം താഴെ പോകും. ചോറായാലും ഏതെങ്കിലും ധാന്യമണികളായാലും ഒക്കെ നമ്മൾ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും ചിലപ്പോൾ ചില മണികൾ താഴെ പോകുന്നത് കാണാം. അത് നമുക്ക് അവിചാരിതമാണ്. സ്വർഗത്തിലെ ദൈവം ആ സ്ഥലത്തൊരു ജീവി, അതൊരു ഉറുമ്പായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി ആയിരിക്കാം, ആ ജീവിക്ക് കൊടുക്കുന്ന ഭക്ഷണം ദൈവം കൊടുക്കുക. ആ ജീവിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ പോയതാ, നാം എത്ര സൂക്ഷിച്ചാലും അത് പോയിരിക്കും. അവിടെ ഒരു ജീവി ഉണ്ടാകും, അതിന് ആഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. ഇതുപോലെയാ നമുക്ക് തരുന്നതെന്ന് ഓർക്കണം. എത്ര നന്ദി, എന്തുമാത്രം നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ നമ്മൾ ഭക്ഷിക്കണം. അതുപോലെ തന്നെ സ്തോത്രം ചെയ്യണം. അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനൊക്കെ എക്സാമ്പിളായിട്ട് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത് 40 വർഷം അവർക്ക് ഫുഡ് കൊടുത്തോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ ചേർക്കാം. ഇതെല്ലാം എത്ര നന്ദിയോടെ ചെയ്യണം. മറ്റൊന്ന്, പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാണ് ഈ വിശ്വാസി അവിടെ പോയാൽ ഇത് പ്രാർത്ഥിച്ചാ കഴിക്കുന്നത്. അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ആ വിഗ്രഹാർപ്പിതമായതുകൊണ്ട്, ആ വിഗ്രഹത്തിൽ എന്തെങ്കിലും പ്രവേശിച്ചത് മാറാനേ അല്ല, വിഗ്രഹത്തിൻ്റെതായ അതിന്റെ പിന്നിലുള്ള ഭൂതത്തിന്റെയോ ഏതെങ്കിലും ഇതിൽ പ്രവേശിച്ചത് മാറാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. അതിലൊന്നും പ്രവേശിച്ചിട്ടുമില്ല, അതിനൊരു മാറ്റമില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ എന്തെങ്കിലും എനിക്ക് ദോഷം വരുന്ന മാലിന്യം ആ ഭക്ഷണത്തിലുണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്നത്തെ ഭക്ഷണത്തിലെല്ലാം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും മീറ്റ് ആയാലും ഫിഷ് ആയാലും എല്ലാത്തിലും മാലിന്യങ്ങളുണ്ട്. എന്തെങ്കിലും മനുഷ്യർ കലർത്തുന്ന പിന്നെ വിഷങ്ങളുണ്ട്, മായങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കാണും. അത് മാറി ഭക്ഷ്യയോഗ്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇത് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ശുദ്ധീകരിച്ച് തരണമേ, അതിലെ ദോഷങ്ങളൊക്കെ മാറ്റി അത് ഭക്ഷ്യയോഗ്യമായി
ദൈവം നമുക്ക് തരികയാണ്. ദൈവം ഭക്ഷണം തരുന്നതിന് നന്ദി പറയണം, ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. അത് മൗനമായിട്ടോ ഹൃദയത്തിലോ ശബ്ദത്തോട് പറയാവുന്ന ശബ്ദത്തോട് പ്രാർത്ഥിക്കോ ചെയ്ത് വേണം എപ്പോഴും ഭക്ഷണം കഴിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം ഒരു സൈഡിൽ, ഒരു വശത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, മറുവശത്തെ കൂട്ടുസഹോദരന്റെ ഹൃദയത്തെ മുറിപ്പെടുത്താമോ? ഞാൻ ദൈവത്തോട് സ്നേഹവും നന്ദിയും ഒക്കെ ഞാൻ പ്രകടിപ്പിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് ആ ബലഹീന വിശ്വാസികളുടെ ഹൃദയം വേദനിക്കുക. അയ്യോ, എൻ്റെ കൂട്ടു സഹോദരൻ ഇങ്ങനെ പോയല്ലോ, അത് പോയി ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ സംബന്ധിക്കുന്നല്ലോ, അത് അദ്ദേഹം ഇതിനെ മാനിക്കുന്നത് കൊണ്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കുകയാണ്. അതൊരിക്കലും ചെയ്യരുത്. അതുകൊണ്ടിവിടെയാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും തനിക്കെന്നാ കാര്യം, എനിക്കറിയാതെ അതൊന്നുമില്ലെന്നും, എൻ്റെ അറിവ്, എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ പോയി കഴിക്കും എന്ന് പറയുന്ന സ്വഭാവം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് അതങ്ങ് മാറ്റിവെക്കാം. മറ്റു പല കാര്യങ്ങളിലും, വസ്ത്രധാരണത്തിലായാലും നമ്മുടെ ആർഭാടത്തിലും ആഡംബരത്തിലും അതിലും ഇതിലും ഒക്കെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയുന്നവരാണ്. അങ്ങനെ അല്ലെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക്, സഹോദരിക്ക് വേദനിക്കുന്ന, ഹൃദയം നുറുങ്ങുന്ന, ഹൃദയത്തിൽ പെയിൻഫുൾ ആകുന്ന യാതൊന്നും ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രണ്ട് കാരണങ്ങൾ, അവൻ നമ്മളെ കുറ്റപ്പെടുത്താൻ ഇടയാവരുത്, മറ്റൊന്ന് അവന്റെ ഹൃദയം വേദനിക്കാൻ ഇടയാകരുത്. ഈ രണ്ട് കാരണങ്ങളാൽ ഞാൻ അതിന് ആ വിരുന്നിന് പോവുകയല്ല. വിരുന്നല്ല എനിക്ക് വലുത്, എൻ്റെ കൂട്ട് സഹോദരനാണ്, എൻ്റെ കൂട്ട് വിശ്വാസിയാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ ഗുണം നോക്കണം. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ്, ഞാൻ വിശദീകരിക്കാതെ നമുക്കത് പറയാനായിട്ട് കഴിയും. എക്സാമ്പിൾ ആണ് 31, 32 വാക്യങ്ങൾ. നമ്മൾ ഇതിൽ പഠിച്ചു വരുന്നതിന്റെ, അതായത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും. അതിനുള്ള എക്സാമ്പിൾ അല്ല, അതിനുള്ള ഞാൻ ഓർപ്പിച്ചുള്ള കൺക്ലൂസീവ് എക്സോർട്ടേഷനാണ്, ബുദ്ധി ഉപദേശമാണത്. 31, 32 മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം എന്നുള്ളതിന്റെ ബുദ്ധി ഉപദേശമാണ്. നമുക്ക് രണ്ട് വേഗം നോക്കാം. 31 വായിക്കാം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും അത്രയും മതി. പിന്നെ നമുക്ക് രണ്ടാമത് വായിക്കാം. രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പൊ ഒന്ന്, ദൈവനാമം മഹത്വത്തിനായിട്ട് വേണം വാക്ക്, പ്രവൃത്തി എന്ത് തന്നെയായാലും. ആകയാൽ ഫൈനൽ കൺക്ലൂഷൻ നമ്മൾ ഓർക്കണം, ഇത് 8-ാം അധ്യായത്തിൽ തുടങ്ങിയ വിഷയമായത്. ഈ വിഷയം 8-ൽ തുടങ്ങിയതാ. 8, 9, 10 ഈ 3 അധ്യായങ്ങളിൽ ഒറ്റ സബ്ജക്റ്റാ. ഇടയ്ക്ക് ചില കാര്യങ്ങളൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞു ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്, ഉപസംഹരിക്കുകയാണ്. അപ്പോൾ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും മാത്രമല്ല, ഇവിടെ ഇപ്പൊ തീറ്റയുടെയും കുടിയുടെയും കാര്യമാണല്ലോ മുകളിൽ പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമല്ല, എന്ത് ചെയ്താലും, നിങ്ങൾ നിന്നാലും ഇരുന്നാലും കിടന്നാലും നടന്നാലും ഓടിയാലും കുളിച്ചാലും പല്ല് തേച്ചാലും ഭക്ഷണം കഴിച്ചാലും, അതുപോലെ നിങ്ങൾ ഡ്രസ് ചെയ്താലും, നിങ്ങൾ എവിടെയെങ്കിലും പോയാലും പോയില്ലെങ്കിലും, നിങ്ങൾ കൃഷി ചെയ്താലും കച്ചവടം ചെയ്താലും നിങ്ങൾ പഠിച്ചാലും തുടങ്ങി എന്ത് ചെയ്താലും എന്നുള്ളിടത്ത് ഒരു ഡാഷാണത്. അവിടെ എന്ത് വേണേലും ചേർക്കാം. എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. അത് ചെയ്യുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, റിസൾട്ട് എന്ന് പറയുന്നത് ദൈവമഹത്വം, ദൈവനാമ മഹത്വം എന്ന് സിമ്പിളായിട്ട് പറയാം. ഈ ദൈവനാമ മഹത്വം, ദൈവത്തിന്റെ മഹത്വം എന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊരു മൈക്രോസ്കോപ്പിക്കൽ വേർഡാണ്. ഒരു മൈക്രോസ്കോപ്പ് ചെയ്യുന്ന എന്താന്ന് നമുക്കറിയാം. ഒരു വസ്തുവിനെ വലുതായി കാണിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഒരു വസ്തുവിനെ വലുതായി കാണിക്കുക. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ദൈവത്തെ വലുതായി കാണാനിടയാകണം. മറ്റുള്ളവർക്ക് ദൈവത്തെ ഭംഗിയായി കാണാനിടയാകണം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിലൂടെ ദൈവത്തെ കാണാനിടയാകണം. ദൈവത്തെ ദർശിക്കത്തക്കവണ്ണമുള്ള വാക്ക് അത് സ്നേഹത്തിൻ്റെതായിരിക്കണം, കൃപയുടെ ആയിരിക്കണം, ലാവണ്യ വാക്കുകളായിരിക്കണം. അങ്ങനെയുള്ള വാക്കുകളാകുമ്പോൾ അതിലൂടെ അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെ അവർ ദൈവത്തെ, കർത്താവിനെ ദർശിക്കുവാൻ ഇടയാകണം. അപ്പം അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ആ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും മാഗ്നിഫൈ ചെയ്യുകയാണ്, ദൈവത്തെ വലുതാക്കി കാണിക്കുകയാണ്. ദൈവത്തെ വലുതാക്കി കാണിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ മറയുകയും കൂടെ ചെയ്യണം. തിരുവെഴുത്ത് മൊത്തം പഠിപ്പിക്കുന്ന അതാണ്. യോഹന്നാനെ കുറിച്ച്, സ്നാപക യോഹന്നാൻ, അദ്ദേഹം പറഞ്ഞു, അവൻ വളരണം
ഞാനോ കുറയണം. ഇതിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ആ പ്രവൃത്തി നോക്കുന്ന ആള്, ആ വാക്ക് കേൾക്കുന്ന ആള് കാണേണ്ടത് കർത്താവിനെയാണ്, ദൈവത്തെയാണ്. എന്നെ കാണരുത്, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നെ കാണിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുകയില്ല. പലപ്പോഴും നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പൊതുവിൽ പറ്റുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ മഹത്വം വെളിപ്പെടുത്താൻ, നമ്മളെ കുറിച്ച് പറയാൻ, നമ്മളെ വെളിപ്പെടുത്താൻ, നമ്മുടെ ശ്രേഷ്ഠത പറയാനൊക്കെ ശ്രമിക്കുമ്പോൾ ദൈവത്തെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നതിലൂടെ നമ്മുടെ പ്രവൃത്തിയിൽ, അത് കൃഷിയായാലും കച്ചവടമായാലും എന്തിലൂടെയാലും ദൈവത്തെ കാണാനിടയാണ്. അത് ആണ് നമ്മൾ ആ പറഞ്ഞ വിഷയം കൺക്ലൂഡ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഗുണമേ ചെയ്യാവൂ എന്നാണ്. ഇവിടെ യഹൂദൻ, യവനൻ, ദൈവസഭ. നമുക്കറിയാം ഇത് ഭൂമിയിലുള്ള മനുഷ്യരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുക. ഭൂമിയിലുള്ള മനുഷ്യർ ഈ 3 കൂട്ടരേ ഉള്ളൂ ഇന്നും എന്നും. ഒന്ന് യഹൂദന്മാർ. ഇത് 1-ാം നൂറ്റാണ്ടായതുകൊണ്ടാണ് യഹൂദൻ എന്നൊക്കെ പ്രത്യേകിച്ച് അവരുടെ ജാതിയെ തന്നെ ഉദ്ദേശിച്ച് പറയുന്നത്. യഹൂദൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്. യവനൻ എന്ന് പറയുന്നത് ആരാണ്? യഹൂദന്മാരല്ലാത്തവരെയാണ് ജാതികൾ എന്ന് പറയും യവനന്മാര്. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരാണ് സഭ എന്ന് പറയുന്നത്, വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസികൾക്ക് ഇടർച്ച ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അവിശ്വാസികൾക്കും നമ്മൾ ഇടർച്ച ഉണ്ടാക്കരുത്. അതിന്റെ മറുവശം നമ്മൾ പഠിച്ചു വന്നതനുസരിച്ച് ദൈവജനത്തിന് മാത്രം ഗുണം ചെയ്താൽ പോരാ, ദൈവ മക്കൾക്ക് മാത്രം അവർക്ക് ഗുണം ചെയ്യുക എന്നല്ല, ദൈവമക്കൾ അല്ലാത്തവർക്കും, അത് യഹൂദനായിക്കൊള്ളട്ടെ, സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന യഹൂദനാകട്ടെ, സമൂഹത്തിൽ താണവരെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ യഹൂദന്മാർ താണവരായി കരുതുന്ന യവനന്മാരാകട്ടെ, അവർക്കും ഇടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം നമ്മളിവിടെ ചിന്തിക്കുക, ഗുണമേ ചെയ്യാവൂ, അവർക്ക് ഗുണമേ ചെയ്യാവൂ. ആർക്കും ഒറ്റ മനുഷ്യനെയും മാറ്റി നിർത്തരുതെന്ന് അതിന്റെ അർത്ഥം. നമ്മള് ഗുണമൊക്കെ ചെയ്യുന്നവരാ, ചിലർക്ക് ഗുണം ചെയ്യും, നമുക്ക് ഗുണം ചെയ്യുന്നവർക്ക് ഗുണം ചെയ്തെന്നിരിക്കും, അല്ലാത്തവർക്ക് ഗുണം ചെയ്തില്ലെന്നിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഗുണം ചെയ്യും, പുറത്തുള്ളവർ, സഭയിലുള്ളവർക്ക് പോരാ കേട്ടോ. നമ്മുടെ സഭയിലുള്ളവർക്ക് ചെയ്യണം, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് ചെയ്യണം. അതിനപ്പുറം അവിശ്വാസികൾക്ക്, ദൈവത്തെ അറിയാത്തവർക്ക്, ദൈവത്തെ അംഗീകരിക്കാത്തവരെ, അവർക്കും ഗുണം ചെയ്യണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇടർച്ച വരുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അവർക്ക് ഗുണം വരുന്നതേ ചെയ്യാവൂ എന്നാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും ഫൈനലി പൗലോസ് തന്റെ ടെസ്റ്റ് മണി മുന്നോട്ട് വെക്കുകയാണ്. അതാണ് 33-ാം വാക്യം, വായിച്ചാട്ടെ. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ എന്നെ നോക്ക്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞാണോ? എന്റെ ജീവിതം നോക്ക്. ഞാൻ എൻ്റെ ഗുണം നോക്കിയിട്ടില്ല. കർത്താവിനെ എന്നറിഞ്ഞോ, കർത്താവിനെ എന്ന് സ്വീകരിച്ചോ, എന്ന് കർത്താവിന് വേണ്ടി തന്നെ സമർപ്പിച്ചോ, അന്നു മുതൽ മരണം വരെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ഗുണം നോക്കിയിട്ടില്ല. തന്റെ ജീവചരിത്രം പരിശോധിച്ച് നോക്കാം. അദ്ദേഹം നേരിട്ട് പറയണേ, എന്നെ നിങ്ങൾ നോക്ക്, ഞാൻ എൻ്റെ ഗുണം നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയത് മുഴുവൻ മറ്റുള്ളവരുടെ ഗുണമാണ്. ഞാൻ സഞ്ചരിച്ചതും ഉറക്കളച്ചതും പട്ടിണി കിടന്നതും കപ്പൽ ചേതത്തിൽ അകപ്പെട്ടതും 1 കുറെ അടി 40 അടി 5 വട്ടം കൊണ്ടതും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. എന്താണ് ആത്യന്തികമായി മറ്റുള്ളവരുടെ നന്മയായി താൻ കാണുന്നത്? രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, പലർ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. ഈ വലിയ ഭാരം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. തലപൊക്കി നോക്കുക, ദൈവത്തിന്റെ കണ്ണുകൾ ചുമന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചുറ്റുപാടേക്ക് തലപൊക്കി നോക്കുക, ദൈവത്തിന്റെ കോപം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത്? ദൈവ കോപത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുകയല്ലേ? ഹിമാചൽ പ്രദേശ്, നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിലെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ദൈവത്തിന്റെ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കാൻ എൻ്റെ ഹൃദയത്തിൽ വരും, കണ്ണു ചുവന്നു ഇരിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 6:12 ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? 12ആണോ 17ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, വാക്യം 6-ാം അധ്യായത്തിലാണ്. കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? അത് മഹാപഠന കാലത്തെ കാര്യമാണ് പറയുന്നതെങ്കിലും
കുഞ്ഞാട് കോപിച്ചാൽ, സ്വർഗത്തിലെ ദൈവം കോപിച്ചാൽ ആർക്കും നിൽക്കാൻ കഴിയേല. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ ജീവിക്കുന്നു എന്ന നിലയിൽ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണത്തിന് വേണ്ടി ഇനിയുള്ള നാൾ ജീവിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും, അനേകരിന്ന് സംബന്ധിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സ്നേഹവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമീൻ.